ഞാൻ ജയമതി പുതിയൊരാശയവുമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇന്ന് ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനമാണ്, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഡേ ഓഫ് യോഗ. ഈ യോഗ ദിനത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഭാരതീയരായ നമുക്ക് മറക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റി നിർത്താൻ പറ്റാത്ത ചില പേരുകളാണ് ശ്രീബുദ്ധൻ, സ്വാമി വിവേകാനന്ദൻ, മൻമോഹൻ സിംഗ്, നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി. എന്തുകൊണ്ടാണ് ഭാരതീയരായ നമുക്ക് ഈ യോഗ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇത്രയധികം പ്രാധാന്യമുള്ളതെന്ന് ചോദിച്ചാൽ, 2014 ഐക്യരാഷ്ട്രസഭയിൽ നടന്ന സമ്മേളനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി ഭാരതീയ സംസ്കാരത്തിൻ്റെ പൈതൃകമായ യോഗയെപ്പറ്റി സംസാരിക്കുകയും അതിൻ്റെ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെപ്പറ്റിയും അദ്ദേഹം സംസാരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ നേട്ടങ്ങളെപ്പറ്റി അല്ലെങ്കിൽ ഗുണങ്ങളെപ്പറ്റി മറ്റു നേതാക്കന്മാർ മനസ്സിലാക്കുകയും അങ്ങനെ ഐക്യകണ്ഠേന 2014 യോഗാ ദിനം ആചരിക്കാനുള്ള തീരുമാനമെടുത്തു. എങ്കിലും 2015 ജൂൺ 21 തീയതിയാണ് ആദ്യമായി നമ്മുടെ യോഗാ ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത്. യോഗ എന്ന് പറയുമ്പോൾ അത് ഐക്യത്തെയും ചേർച്ചയെയും സൂചിപ്പിക്കുന്നു. അതുപോലെ എന്തുകൊണ്ടാണ് ജൂൺ 21 തീയതി യോഗാ ദിനമായി തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ, വടക്കൻ ഉത്തരാർദ്ധത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദിവസമാണ് ഉത്തരായനം. അതായത് ജൂൺ 21 തീയതിയാണ് ഉത്തരായനം. ഈ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് ഉത്തരായനം. അതുകൊണ്ടാണ് ജൂൺ 21 തീയതി തന്നെ യോഗാ ദിനമായി നാം തിരഞ്ഞെടുത്തത്. മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പരിശീലനമാണ് യോഗ. അതായത് ചേർച്ചയും ഐക്യവും ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പരിശീലനമാണ് യോഗ. ഇതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് ആസനങ്ങളാണ്. ആസനങ്ങളും ശ്വസന നിയന്ത്രണങ്ങളും പ്രാണായാമവുമാണ്. അതായത് ആസനങ്ങളെന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ ഭാവങ്ങളും, പ്രാണായാമം എന്ന് പറയുമ്പോൾ ശ്വാസത്തെ നിയന്ത്രിക്കുന്നതുമാണ്. ഇതിൻ്റെ യോഗയുടെ ലക്ഷ്യങ്ങളെന്ന് പറഞ്ഞാൽ ശാരീരികവും മാനസികവുമായ ആരോഗ്യമാണ് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. അതുപോലെ നമുക്കുണ്ടാകുന്ന സമ്മർദ്ദം, ഉത്കണ്ഠ ഇവയൊക്കെ കുറയ്ക്കുന്നതിന് യോഗ നമ്മളെ സഹായിക്കുന്നു. ശാരീരികമായ അസ്വസ്ഥതകൾ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്നതിന് വേണ്ടി യോഗ സഹായിക്കും. നമ്മുടെ മസിലുകളെയും സന്ധിബന്ധങ്ങളെയും ഒക്കെ മയപ്പെടുത്തുന്നതിനും ബലപ്പെടുത്തുന്നതിനും യോഗ സഹായിക്കുന്നു. ചിത്തവൃത്തികളുടെ ഏകോപനമാണ് യോഗ എന്ന് പറയുമ്പോൾ, മനസ്സിൻ്റെയും പ്രവൃത്തികളുടെയും ഏകോപനമാണ് യോഗ എന്ന് പറയുമ്പോൾ. ഈ യോഗ എന്ന് പറയുന്ന പദം ആര്യന്മാർക്ക് മുമ്പ് അല്ലെങ്കിൽ വേദങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യയിൽ നിലനിന്നിരുന്നു. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പ്രാചീന ഭാരതത്തിലെ പതഞ്ജലി എന്ന് പറയുന്ന ഒരു മുനിവര്യൻ അല്ലെങ്കിൽ മഹർഷി, അദ്ദേഹത്തിൻ്റെ പുസ്തകമായ യോഗസൂത്രയിൽ യോഗ എന്ന് പറയുന്ന പദത്തെപ്പറ്റി വിശദമായി പറയുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നാം സത്യം അന്വേഷിക്കുന്നവരായിരിക്കണം. ഈ കണ്ടെത്തുന്ന സത്യത്തെ നമ്മൾ പ്രാപ്യമാക്കണം. അതായത് സത്യത്തെ പ്രാപിക്കുന്നവരായിരിക്കണം. ഇങ്ങനെ ഈ സത്യത്തെ പ്രാപിക്കണമെങ്കിൽ 8 കാര്യങ്ങൾ ചെയ്യണം. ഈ 8 കാര്യങ്ങളെയാണ് അഷ്ടാംഗങ്ങളെന്ന് പറയുന്നത്. ഈ അഷ്ടാംഗങ്ങളെന്ന് പറയുമ്പോൾ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഈ 8 കാര്യങ്ങൾ ചേരുമ്പോഴാണ് അഷ്ടാംഗങ്ങളെന്ന് നമ്മുടെ പതഞ്ജലി നമ്മെ പഠിപ്പിക്കുന്നത്. ഇതിൽ യമം എന്ന് പറയുന്നത് ആത്മനിയന്ത്രണമാണ്, അതായത് നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണമാണ്. നിയമം എന്ന് പറയുമ്പോൾ ശാരീരികമായ ശുദ്ധിയെയാണ് നിയമം എന്ന് പറയുന്നത്. കസർത്തുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കസർത്തുകളെയാണ് ആസനങ്ങളെന്ന് പറയുന്നത്. പ്രാണായാമം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവൻ്റെ അടിസ്ഥാനമായ ശ്വാസത്തെ, അതായത് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന ശ്വാസത്തെ നിയന്ത്രിക്കുന്നതാണ് പ്രാണായാമം. പ്രത്യാഹാരം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതാണ്. നമുക്ക് അറിയാം 6 ഇന്ദ്രിയങ്ങളുണ്ട്. ഈ 6 ഇന്ദ്രിയങ്ങളെയും നമ്മൾ നിയന്ത്രിക്കുന്നതിനാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത്. ധാരണ എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ ഏകാഗ്രതയാണ്. അടുത്ത് ധ്യാനം എന്ന് പറയുമ്പോൾ ഏകാഗ്രമായ മനസ്സിനെ ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് ധ്യാനം.
സമാധി എന്ന് പറയുമ്പോൾ നമ്മൾ നേടിയ ഏകാഗ്രതയിലൂടെ പരമമായ സത്യത്തെ അറിയുന്നതാണ് സമാധി. പരമമായ സത്യത്തെ നമ്മൾ അറിയുന്നതാണ് സമാധി എന്ന് പറയും. അപ്പോൾ ഈ യോഗ കൊണ്ടുള്ള നേട്ടങ്ങളെന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം, നമുക്ക് ആരോഗ്യം മെച്ചപ്പെടുത്താൻ പറ്റും, നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും യുവത്വം നിലനിർത്താൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെ വിഷവിമുക്തമാക്കുന്നതിന് എന്ത് സഹായിക്കുന്നു? യോഗ നമ്മളെ സഹായിക്കുന്നു. സൂര്യനമസ്കാരം എന്ന് പറയുന്ന യോഗ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഇതിൽ പല ആസനങ്ങൾ ചേർന്നതാണ്. ഇതിന് നമ്മുടെ ശരീരത്തിലെ ഭാരം കുറയ്ക്കുന്ന അല്ലെങ്കിൽ ബോഡി വെയ്റ്റ് കുറയ്ക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു യോഗയാണ് സൂര്യനമസ്കാരം. ഇനി യോഗം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുമ്പോൾ, നമ്മുടെ ശരീരവും തറയും തമ്മിൽ ബന്ധപ്പെടാൻ പാടില്ല. നമ്മുടെ ശരീരവും തറയും തമ്മിൽ ബന്ധമില്ലാത്ത രീതിയിൽ നിരപ്പായ ഒരു തറയിൽ ഒരു ഷീറ്റോ ഒരു വിരിപ്പോ വിരിച്ചതിന് ശേഷമായിരിക്കണം നമ്മൾ യോഗ ചെയ്യേണ്ടത്. കിഴക്ക് ദർശനമായോ വടക്ക് ദർശനമായോ നമുക്ക് യോഗ ചെയ്യാം. ഒന്നുകിൽ കിഴക്ക് ദർശനമായിരിക്കണം, അല്ലെങ്കിൽ വടക്ക് ദർശനമായിരിക്കണം. പ്രഭാത കർമ്മങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ യോഗ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ വളരെ പ്രധാനമായ ഒരു കാര്യം, യോഗ ചെയ്യുമ്പോൾ എന്തെങ്കിലും ശാരീരികമായ ബുദ്ധിമുട്ടോ അസ്വസ്ഥതയോ തോന്നിയാൽ തുടർന്ന് യോഗ ചെയ്യരുത്. യോഗ ചെയ്യുന്നത് മതിയാക്കിയിട്ട് പിന്നീട് ഒരവസരത്തിൽ നമ്മൾ യോഗ തുടർന്ന് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ യോഗ ചെയ്യുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി യോഗ എന്ന് പറയുമ്പോൾ 4 തരത്തിലുണ്ട്. നിന്നുകൊണ്ട് ചെയ്യുന്നതുണ്ട്, നിന്നുകൊണ്ട് ചെയ്യുന്നവ, ഇരുന്നു കൊണ്ട് ചെയ്യുന്നവ, മലർന്നു കിടന്ന് ചെയ്യുന്നവ, കമിഴ്ന്ന് കിടന്ന് ചെയ്യുന്നവ. നിന്നുകൊണ്ട് ചെയ്യാം, കിടന്നുകൊണ്ട് നിന്നുകൊണ്ട് നിൽക്കുകയോ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്ത് നമുക്ക് യോഗകൾ ചെയ്താൽ പല തരത്തിലുള്ള യോഗയാണ്. അപ്പോൾ ഈ നിന്നുകൊണ്ട്, അതുപോലെ തന്നെ ആസനങ്ങളും 4 തരത്തിൽ, നിന്നുകൊണ്ട് ചെയ്യുന്ന ആസനങ്ങൾ, ഇരുന്നു കൊണ്ട്, കിടന്നുകൊണ്ട്, വിശ്രമ രീതിയിൽ ചെയ്യുന്ന ആസനങ്ങളും ഉണ്ട്. ഇതിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന ആസനം എന്ന് പറയുന്നത് പർവ്വതാസനം. ഈ പർവ്വതാസനം ചെയ്യുമ്പോൾ നമ്മുടെ കാലുകൾക്ക് നല്ല ബലം കിട്ടും. അതായത് കാലിൻ്റെ ബലത്തിന് വേണ്ടി, കാലിൻ്റെ കാലിലെ പേശികൾക്ക് ബലം കിട്ടുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു ആസനമാണ് പർവ്വതാസനം. ത്രികോണാസനം എന്ന് പറയുമ്പോൾ നമ്മളെ ഇടുപ്പിൽ അല്ലെങ്കിൽ അരക്കെട്ടിന് ഒരു വഴക്കം കിട്ടുന്നതിന് വേണ്ടി ചെയ്യുന്നതാണ് ത്രികോണാസനം. വൃക്ഷാസനം എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിക്ക് ബാലൻസ് കിട്ടുന്നതിന് വേണ്ടി ചെയ്യുന്നതാണ് വൃക്ഷാസനം. പരമശിവൻ തൻ്റെ ധ്യാനങ്ങളെല്ലാം ചെയ്തിരുന്നത് ഈ വൃക്ഷാസനത്തിലാണ്. അതുപോലെ ഇരുന്നു കൊണ്ട് ചെയ്യുന്ന ഒരു ആസനമാണ് മാലാസനം. ഈ മാലാസനം എന്ന് പറയുന്നത് ഗർഭിണികളായ സ്ത്രീകൾക്ക് വളരെയധികം ഉപകാരമുള്ളതാണ്. കാരണം ഇടുപ്പിൻ്റെ തുറവിക്ക് വേണ്ടി, ഇടുപ്പിലെ അസ്ഥികൾക്ക് ഒരു തുറവി ഉണ്ടാകുന്നതിന് വേണ്ടി ചെയ്യുന്നതാണ് മാലാസനം. അതുപോലെ വജ്രാസനം എന്ന് പറയുമ്പോൾ ദഹന പ്രക്രിയ കൂടുതൽ സുഗമമായി നടക്കുന്നതിനാണ്. മാലാസനം നമ്മൾ പതിവായിട്ട് ഈ ഗർഭിണികളായ സ്ത്രീകൾ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് സുഗമമായ ഒരു പ്രസവത്തിനും വലിയ ശാരീരികമായ ബുദ്ധിമുട്ടുകളും ഇല്ലാതെ പ്രസവം നടക്കാൻ സഹായിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. അതുപോലെ കിടന്നുകൊണ്ട് ചെയ്യുന്ന ഒരു യോഗയാണ് നൗകാസനം. ഇരുന്നു കൊണ്ട് ചെയ്യുന്ന, വിശ്രമാവസ്ഥയിൽ നമ്മൾ ചെയ്യുന്ന വേറൊരു യോഗയാണ് ശവാസനം. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള യോഗയുണ്ട്. യോഗയെപ്പറ്റിയുള്ള നമുക്ക് പലതരത്തിലുള്ള ഉപകാരങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് യോഗയെപ്പറ്റി പറയാനുള്ളത്. ഇന്ന് നമ്മൾ യോഗയെപ്പറ്റി ചിന്തിക്കുമ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്കെല്ലാം വളരെ പരിചിതമായ ഒരു പേരാണ് യോഗ. കാരണം അവർ സ്കൂളുകളിലൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ കുട്ടികളോട് പറയാനുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ സ്കൂളിൽ അഭ്യസിക്കുന്ന ഈ യോഗ നിങ്ങൾ വലുതായി എത്ര കാലം നിങ്ങൾക്ക് യോഗ ചെയ്യാൻ പറ്റുമോ അത്രയും കാലം നിങ്ങൾ യോഗ ചെയ്യണം. കാരണം നിങ്ങളുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൻ്റെയും ഒരു ഉറപ്പിന് വേണ്ടി, നല്ല അരക്കെട്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളിത് സഹായിക്കും. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതെല്ലാം ഒന്ന് ഫ്രീ ആകാൻ വേണ്ടി യോഗ നമ്മളെ സഹായിക്കും. അപ്പോൾ നമ്മുടെ ജീവിത ശൈലി മാറ്റുന്നതിനും നമുക്ക് പുതിയൊരു തലമുറ ഉണ്ടാകുന്നതിനും നമ്മുടെ നല്ല ആരോഗ്യം നിലനിർത്തുന്നതിന് കഴിയുന്നത്ര നമ്മൾ യോഗ പരിശീലിക്കണം, മറ്റുള്ളവരെ യോഗ ചെയ്യാൻ പ്രേരിപ്പിക്കണം. അപ്പോൾ എല്ലാവർക്കും ശാരീരികവും മാനസികവുമായ ആരോഗ്യമുള്ള ഒരു നല്ലൊരു ജീവിതം കിട്ടാൻ ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ കൂടുതൽ ആശയങ്ങളുമായി നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.